നവ്യാനുഭവങ്ങളെ ഒരുക്കി ജനങ്ങളെ സ്വാഗതം ചെയ്ത് തൃശൂർ സുവോളജിക്കൽ പാർക്ക്. മൃഗങ്ങളെ അടുത്തറിയാനും പലതരം ആവാസ വ്യവസ്ഥകളെ അറിയാനുമുള്ള അവസരമാണ് സുവോളജിക്കൽ പാർക്ക് ഒരുക്കുന്നത്. പ്രകൃതിയുടെ നിശബ്ദ സംഗീതവും പച്ചപ്പും ചേർന്ന് ഒരു നവ്യാനുഭവം തുറന്നിരിക്കുകയാണ് തൃശൂരിൽ. പൊതുജനങ്ങൾക്കായി സുവോളജിക്കൽ പാർക്കിന്റെ വാതിലുകൾ തുറന്നു. വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ, റവന്യൂ മന്ത്രി കെ. രാജൻ എന്നിവരുൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ആദ്യ സന്ദർശകരായെത്തി. ഇന്ത്യയ്ക്കാകെ മാതൃകയാകുന്ന വിധത്തിൽ ആധുനികത വളരുന്നതിനനുസരിച്ച് ആ സൗകര്യങ്ങൾ ഈ പാർക്കിലും ഒരുക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചതെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഇത് യാഥാർത്ഥ്യമാക്കിയ ഒരു മെഗാ പദ്ധതിയാണിത്. നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രവർത്തിച്ചാൽ ഒരു ഗവൺമെന്റിന് ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നതിന്റെ മാതൃകയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കാണിച്ചിരിക്കുന്നത്. ആ നേതൃത്വം ഞങ്ങൾക്ക് നല്ല മാർഗനിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നിരന്തരമായ അന്വേഷണവും പ്രോത്സാഹനവും ഇതിന്റെ പുറകിൽ പ്രേരക ശക്തിയായിട്ടുണ്ട്. എന്നും നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കേണ്ട ഒന്നാണ് ഈ സുവോളജിക്കൽ പാർക്കെന്ന് മന്ത്രി കെ. രാജൻ അഭിപ്രായപ്പെട്ടു. സുവോളജിക്കൽ പാർക്ക് എന്ന 30 വർഷക്കാലത്ത് നമ്മുടെ ഒരു അനുഭവത്തിന്റെ നേർസാക്ഷ്യം അനുഭവമായി ഇവിടെ തുടങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും ഇത് ഓരോ ദിവസവും നവീകരിക്കപ്പെടണം. ഒറ്റ ദിവസം കൊണ്ട് തീരുന്നതല്ല. മൃഗങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇന്നും നാളെയും ഒക്കെ വരാനുള്ള മൃഗങ്ങളുണ്ട്. മൃഗങ്ങളെ അടുത്തറിയാനും പലതരം ആവാസ വ്യവസ്ഥകളെ അറിയാനുമുള്ള ഒരു അവസരമാണ് സുവോളജിക്കൽ പാർക്ക് ഒരുക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ഉദ്യോഗസ്ഥർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവരും സംബന്ധിച്ചു. ജീവൻ ന്യൂസ്, തൃശൂർ.